ഹലോ എവരിവൺ, പ്രപ്പോയ്സിൻ്റെ പുതിയൊരു CUET വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം CUET എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. 40ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് NTA ഈ വട്ടം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ സിംഗിൾ എൻട്രൻസ് ആണ് CUET 2022. അങ്ങനെ ഈ CUET 2022നെ പറ്റി ഒരുപാട് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ പല ഭാഗത്തു നിന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനെ CUET എങ്ങനെ ബാധിക്കും, അത് പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ എന്നുള്ള ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ എല്ലാം നടന്നു വരുന്നുണ്ട്. NTA CUET നടത്തുന്നതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം ഈ കട്ട് ഓഫ് ബേസിസിലുള്ള ആ ഒരു എൻട്രി, ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ മികച്ച കോളേജുകളിലേക്കും ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കട്ട് ഓഫ് ബേസിലല്ലാതെ ഒരു എൻട്രൻസ് നടത്തിയിട്ട് പല എൻട്രൻസുകൾക്ക് പകരം ഒരൊറ്റ എൻട്രൻസ് ആക്കി അത് നടത്തി അതിൻ്റെ റാങ്ക് ബേസിസിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് CUET 2022 കൊണ്ട് NTA ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ എൻട്രൻസ് ആണ്, പോരാത്തതിന് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ഒരു അഡ്മിഷൻ സാധ്യമാകുന്നുള്ളതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മറുവാദമായിട്ട് വരുന്നത് ഈ ഒരു ഫോർമാറ്റ് വരുന്നതോടുകൂടി സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു റേസിൽ മുന്നിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളതാണ്. നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് ഇങ്ങനെ സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടും എന്നുള്ളതാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. എന്നിരുന്നാൽ പോലും നമ്മൾ അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല, പകരം ഇതിന് എത്രയും പെട്ടെന്ന് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ സ്റ്റുഡൻസിന് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നല്ലപോലെ എക്സാം പെർഫോം ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു സീറ്റ്, നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് CUET എത്ര ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. CUET 2022ൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് വിട്ടുകൂടാൻ പറ്റാത്ത, അതിൽ പറയാതെ പോകാൻ പറ്റാത്ത ഒരു ഏരിയയാണ് സബ്ജക്റ്റീവ് ബയാസ്. എന്താണ് സബ്ജക്റ്റീവ് ബയാസ്? +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമെങ്കിൽ പോലും അവർ നിങ്ങളോട് ഹിസ്റ്ററിയുടെ ഒപ്പം ബാക്കി 2 സബ്ജക്ട്സിൻ്റെയും അതുപോലെ ഒരു ലാംഗ്വേജിൻ്റെയും മാർക്ക് ചോദിക്കും. അതായത് 100ൽ നിങ്ങൾക്ക് ഹിസ്റ്ററി 99 ഉണ്ടെങ്കിലും നിങ്ങളുടെ ജോഗ്രഫിയുടെയും എക്കണോമിക്സിൻ്റെയും മാർക്സും ആ 99നോട് അടുത്ത് നിൽക്കുന്നതായിരിക്കണം. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാനുള്ള ചാൻസ് അത്രയും കുറയുകയാണെന്ന് ചുരുക്കം. ഇത് തന്നെയാണ് സബ്ജക്റ്റീവ് ബയാസ്. നമുക്ക് ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിലെ പരിജ്ഞാനം മാത്രം നോക്കിയാൽ മതിയാവും. അതിന് പകരം ജോഗ്രഫിയും എക്കണോമിക്സും അതുപോലെ ലാംഗ്വേജ്, ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതിൻ്റെ മെറിറ്റ് എടുക്കേണ്ട ഒരു കാര്യം ശരിക്ക് വരുന്നില്ല. ഇത് പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് CUET 2022ൽ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് ഉള്ളത്. നമ്മൾക്കിഷ്ടമുള്ള, നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ സബ്ജക്റ്റ് തന്നെ നമ്മൾ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ മാർക്സ് ഒന്നും അവിടെ നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ, ഇഷ്ടപ്പെട്ട കോളേജിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. CUET 2022യിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ അതിൽ മാനദണ്ഡമായിട്ട് വരുന്നത് ആ കോഴ്സിൽ നിങ്ങൾക്കുള്ള വിവരമാണ്. അതായത് എല്ലാവർക്കും ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹിസ്റ്ററിയുടെ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ജോഗ്രഫിയിലെ പരിജ്ഞാനമോ അതുപോലെ എക്കണോമിക്സിലെ വിവരമോ ഇംഗ്ലീഷ് അറിയാമോ എന്നുള്ളത് ഒരു വിഷയമേ ആവുന്നില്ല. പകരം നിങ്ങൾക്ക് ഹിസ്റ്ററി എത്രത്തോളം അറിയാമെന്നുള്ളതാണ് ആ എക്സാം എഴുതുന്ന എല്ലാവരെയും അളക്കുന്ന ഒരളവുകോൽ. രണ്ടാമതായിട്ട് പറയാനുള്ളത് ട്രാൻസ്പെറൻസിയാണ്. കട്ട് ഓഫ് വെച്ച് നമ്മൾ അഡ്മിഷൻ നടത്തുമ്പോൾ ഒരുപാട് പേർക്ക് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അത് സംഭവിച്ചു. ഒരുപാട് ആൾക്ക് സെയിം മാർക്സ് വന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് റാങ്ക് ലിസ്റ്റ് ഇടാൻ പറ്റിയില്ല. റാങ്ക് പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഭയങ്കര കെയോസിലേക്കും കൺഫ്യൂഷനിലേക്കുമാണ് പോകുന്നത്. കാരണം അവർക്കറിയില്ല അവർ ഏത് കോളേജിലേക്ക് എത്തും, അവർക്ക് കോളേജ് കിട്ടുമോ, അതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ വട്ടം ഡൽഹി യൂണിവേഴ്സിറ്റി കാണാൻ സാധിച്ചത്. സ്റ്റുഡൻസ് എല്ലാം അവരുടെ പ്രിഫേർഡ് കോളേജെല്ലാം മറന്നിട്ട് കാണുന്ന എല്ലാ കോളേജിലേക്കും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കന്നേരം വേറെ വഴിയില്ല. റാങ്ക് ഉണ്ടോ ഇല്ലയോ ഇതിനെപ്പറ്റിയൊന്നും യാതൊരുവിധ ട്രാൻസ്പെറൻസി ഇല്ലാന്ന് മാത്രമല്ല, ഇതിലൊന്നും ഒരു ക്ലാരിറ്റിയും യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടായില്ല. CUET 2022 വരുന്നതോടുകൂടി JEE അതുപോലെ നീറ്റ് എല്ലാം പോലെ ഒരൊറ്റ റാങ്ക് ലിസ്റ്റും ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ റാങ്കും അതുപോലെ സബ്ജക്റ്റും ഒക്കെ നമ്മൾ അറിയുന്നതോടുകൂടി നമുക്ക് എത്രത്തോളം നല്ലൊരു കോളേജ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാവും. ഈ വ്യക്തത വരുന്നതോടുകൂടി നമ്മൾ കൃത്യമായി പഠിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് എത്താൻ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. അവിടെ കെയോസും ഇല്ല, കൺഫ്യൂഷനും ഇല്ല. സോ നമ്മുടെ പ്രോസസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷനും നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാവുകയാണ്, പോരാത്തതിന് മനസ്സിലാക്കാനും. അതുകൊണ്ടാണ് CUET 2022ൽ ട്രാൻസ്പെറൻസി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി പറയാനുള്ളത് കുറച്ചധികം ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ നടന്നിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സ്റ്റുഡൻസ്. പ്രത്യക്ഷത്തിൽ CUETയിൽ കൂടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പോസിബിൾ ആണ്. എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ മെൻഷൻ ചെയ്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പോലെ വെയിറ്റേജ് വെച്ച് സ്റ്റുഡൻസിനെ, അതായത്
പ്ലസ് ടുവിലെ മാർക്സ് ബോർഡ് മാർക്സ് ബേസ് ചെയ്ത് സ്റ്റുഡൻസിന് എടുക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും എൻട്രൻസ് എഴുതി കയറേണ്ട ഒരവസ്ഥയാണുള്ളത്. പ്ലസ് ടുവിൽ അഥവാ മാർക്സ് കുറഞ്ഞാൽ പോലും CUCET നല്ലപോലെ പെർഫോം ചെയ്യുന്നതോടുകൂടി ആ കുട്ടിക്ക് ആ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണ്. 12th ബോർഡ് എക്സാംസിൻ്റെ മാർക്സ് വലിയൊരു വിഷയമാവുന്നില്ലെന്ന് ചുരുക്കം. അങ്ങനെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഈച്ച് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം പറയാതെ വയ്യ. ഇതിന് CUCET പഠിച്ച എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇത് എത്രത്തോളം പോസിബിൾ ആണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ പ്രിവിലേജ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. ഈ പ്രിവിലേജ് CUCET 2022 വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ അവർ പറയുന്നത് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ CUCET 2022 പ്രതികൂലമായി ബാധിക്കും എന്നാണ്. അവർ പറയുന്നത് ഇതാണ്, മുമ്പ് കോച്ചിങ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന ഈ സ്റ്റുഡൻസ്, ഈ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ലോവർ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് പ്ലസ് ടു ബോർഡ് എക്സാമിന് നല്ലപോലെ പഠിക്കുന്നതോടുകൂടി ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ അവരുടെ തുടർ പഠനം ഉറപ്പാക്കാമായിരുന്നു. പക്ഷേ ഈ പ്ലസ് ടു ബോർഡ് എക്സാംസിൻ്റെ വെയിറ്റേജ് എല്ലാം കുറയുന്നതോടുകൂടി ചിലപ്പോൾ ഇല്ലാതാവുക തന്നെ ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ അവർ CUCET എക്സാമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നല്ല കോച്ചിങ്ങിൻ്റെ സഹായമില്ലാതെ കയറാൻ പറ്റില്ല, നല്ല റാങ്ക്സ് നേടാൻ പറ്റില്ല, നല്ല കോളേജ് നേടാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ CUCET 2022 വരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. അങ്ങനെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസ് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് കോച്ചിങ് നേടിയിട്ടുള്ള അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസിനോടാണ് എന്നുള്ളതാണ് ഈ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. ഇങ്ങനെ കോച്ചിങ് നേടിയ പ്രിവിലേജ് ക്ലാസ്സും അതുപോലെ കോച്ചിങ് നേടാത്ത അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഈ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വല്ലാതെ കൂടുന്നതിൽ ഈ എക്സാം ഒരു കാരണമാകും എന്നും ഇവർ പറയുന്നുണ്ട്. ഈ CUCET ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ CUCET മുമ്പ് നടന്നിട്ടില്ല. CUCET 2022 ആദ്യമായി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നടക്കുമെന്നോ നടക്കില്ലെന്നോ തീർച്ചയാക്കി പറയുക ഇപ്പം ഇമ്പോസിബിളാണ്. ഇങ്ങനത്തെ ചില അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഏതൊരു സ്റ്റുഡൻറ്റിനും ഇന്ന് തൊട്ട് തുടങ്ങാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് പ്രിപ്പറേഷനാണ്. ഇപ്പോഴെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയേ തീരൂ. കാരണം നമ്മുടെ റിയാലിറ്റി CUCET ആണ്. അതിലിനിയൊരു മാറ്റം ഉണ്ടാവാൻ വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രയും അധികം അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ CUCET 2022 നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മുടെ ഫോക്കസ് വേണ്ടത് കൃത്യമായ പ്രിപ്പറേഷനിലൂടെ എങ്ങനെ ഈ കടമ്പ ചാടിക്കടക്കാം എന്നുള്ളതിലായിരിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്ലസ് ടു പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, കൃത്യമായ പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞ തേർഡ് പോയിന്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഈച്ച് സ്റ്റുഡൻറ്റ്. അത് കേട്ടപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റി നടന്ന വിവാദത്തെപ്പറ്റി ഓർത്തിട്ടുണ്ടാവും. ഈ ന്യൂസുകളെല്ലാം തന്നെ ആ സമയത്ത് വന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഒരു വലിയ പെർസെൻറ്റേജ് സ്റ്റുഡൻസും കേരളത്തിൽ നിന്നായിരുന്നു. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറും. എങ്കിലും ഈ വട്ടം വളരെ മോശമായ രീതിയിൽ കിരോരിമാൽ കോളേജിലെ ഒരു ഫാക്കൽറ്റി ഇതിനെ പരാമർശിക്കുകയുണ്ടായി. അത് വലിയൊരു വിവാദമാവുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് വലിയ സ്റ്റാൻഡേർഡൊന്നും ഇല്ലാതെ വെറുതെ മാർക്ക് കൊടുത്തുകൊണ്ട് മാത്രം കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് വലിയ മെറിറ്റ് ഒന്നും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ വലിയ കഴമ്പൊന്നുമില്ല. കാരണം എൻട്രൻസോട് കൂടി സ്റ്റുഡൻസിനെ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് എടുത്താൽ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 1000-ഓളം മലയാളികളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ 20% മലയാളികളാണ്. പോരാത്തതിന് പോണ്ടിച്ചേരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 20%-ലേറെ സ്റ്റുഡൻസ് മലയാളികളാണ്. ഇവരൊക്കെ എൻട്രൻസ് വെച്ചിട്ടാണ് ഇവരുടെ സ്റ്റുഡൻസിനെ എടുക്കുന്നത്. എന്നിരുന്നാലും പ്ലസ് ടു മാർക്സ് വെച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്ന് ആഗ്രഹിച്ച കുട്ടികളുണ്ടെങ്കിൽ അതിനി സാധ്യമല്ല. അതിനി CUCET 2022 നല്ലപോലെ ക്ലിയർ ചെയ്യുക തന്നെ വേണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് CUCET 2022 വരുന്നതോടുകൂടി നമ്മൾ സ്റ്റുഡൻസിനുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, നമ്മുടെ മലയാളികൾക്കുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന ചില വെല്ലുവിളികളൊക്കെയാണ്. ഈ വട്ടം കാര്യങ്ങളെല്ലാം തന്നെ മാറി. ഇനി നമുക്ക് ബോർഡ് എക്സാംസിൻ്റെ മാർക്ക് മാത്രം വെച്ച് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക അസാധ്യം തന്നെയാണ്. CUCET 2022 നല്ല രീതിക്ക് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച കോഴ്സ്, ആഗ്രഹിച്ച കോളേജിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള CUCET ക്ലിയർ ചെയ്യാൻ, അതിൽ നല്ല സ്കോർ വാങ്ങാൻ വേണ്ടി നമുക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി പ്രിപ്പറേഷൻ തുടർന്നേ പറ്റൂ. CUCET 2022 ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ജൂൺ ജൂലൈയിലായിട്ട് നടത്തും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു. മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷനും ഉണ്ടായി. ജൂൺ ജൂലൈയിലായിട്ട് നടക്കുന്ന CUCET 2022 ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ മാർച്ചിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേ മതിയാവും. CUCET 2022 ക്ലിയർ ചെയ്യാൻ വേണ്ട പ്രോപ്പർ കോച്ചിങ് Prepwise നിങ്ങൾക്ക് ഓഫർ ചെയ്യും. Prepwise ഓഫർ ചെയ്യുന്ന CUCET കോച്ചിങ്ങിൽ ക്ലാസ്സസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, അതുപോലെ ഡെയിലി ടോപ്പിക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ട്.
നിങ്ങൾക്ക് CUET ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ ഏരിയാസും Prepwise കവർ ചെയ്യും. Prepwiseൻ്റെ എല്ലാ സർവീസസും അവരുടെ ആപ്പ് ത്രൂ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും Prepwiseൻ്റെ ആപ്പ് ലഭ്യമാണ്. അപ്പോൾ പിന്നെ കാത്തുകേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Prepwiseൻ്റെ ഒപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ CUET ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വിവരം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. Prepwiseനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കണ്ണടച്ച് തുറക്കും മുമ്പ് CUET നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക. CUETയുടെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.